ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എൻ്റെ ഒരു ഉച്ച വരെയുള്ള ഒരു ദിവസമാണ്. രാവിലെ മോന് ട്യൂഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ മോനെ ട്യൂഷനാക്കി തിരിഞ്ഞു നോക്കി ടാറ്റ കാണിച്ച് പോവേണു. മടിയനാണ് ചില ദിവസം. അത് കഴിഞ്ഞിട്ട് പിന്നെ മോക്കിന്ന് സ്കൂളിൽ കൊണ്ടാക്കിയാൽ മതി. അതാ സമയമാകുമ്പോൾ ID കാർഡ് കാണൂല, അമ്മ അത് വേണം, ആഹാരം കഴിക്കാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരെണ്ണമെങ്കിലും കഴിച്ചിട്ട് വാന്നും പറഞ്ഞ് ബഹളം വെച്ചാണ് ആ ഒരെണ്ണം കഴിക്കണത്. അതും പകുതി കഴിച്ച് പകുതി അവിടെ വെച്ച് പിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനുള്ള പെട്ടെന്ന് വാന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി. പിന്നെ പോണ വഴിക്ക് തന്നെ ഞാൻ പറഞ്ഞു, ഒന്ന് വീഡിയോ എടുക്കുമോ, നമുക്ക് നമ്മളെ പോകുന്ന വഴി ഒന്ന് കാണിച്ചു കൊടുക്കാം. നമ്മളെ വീട്ടിൻ്റെ കുറച്ച് നേർക്കാണ് കാവ്, അതിൻ്റെ കുറച്ച് താഴെയാണ് വയൽ. നമ്മൾ പോത്തുകൂട്ടന്മാരൊക്കെ ഇട്ടില്ലേ, ആ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. അതുവഴി നല്ല രസമാണ് അതുവഴി പോവാൻ. പക്ഷേ നമ്മളില്ല ടെൻഷൻ പിടിച്ചല്ലേ കൊണ്ടാക്കാനായിട്ട്. എന്ന് വെച്ചാൽ ട്യൂഷൻ ബെല്ലടിക്കണതിന് തൊട്ട് മുമ്പാണ് നമ്മൾ ഇറങ്ങണം. അതുവരെ ഇങ്ങനെ കറങ്ങി നിൽക്കും. നിങ്ങളെ വീട്ടിൽ ഇങ്ങനെ ആയിരിക്കുമോ രാവിലത്തെ അവസ്ഥ? ഇതേ സിറ്റുവേഷൻ ആയിരിക്കുമല്ലേ? എൻ്റെ ഫ്രണ്ട്സൊക്കെ പറയും ഇതേ അവസ്ഥ തന്നെയാണ് ഞാൻ നമ്മുടെ വീട്ടിൽ വന്നു. ഈ രാവിലത്തെ ഓട്ടവും ബഹളവും കൊണ്ടാക്കണതും ഈ തിരക്കും ഇതെല്ലാം നമ്മളെ ഏറ്റവും നല്ല ഓർമ്മകളാണല്ലേ. കുറച്ചും കൂടി പ്രായം ചെല്ലുമ്പം ഇതൊക്കെ നമ്മളെ ഓർമ്മകളല്ലേ, നല്ല ദിവസങ്ങൾ. ഇതിനിടയ്ക്ക് എനിക്കൊരു പണി കിട്ടി. എൻ്റെ വണ്ടി പഞ്ചറായി. പിന്നെ അവിടെ കൊടുത്ത് വണ്ടി ശരിയാക്കി. പിന്നെ വേഗത്തിലെത്തി. ചേട്ടനൊന്നും കൊടുത്തില്ലായിരുന്നു, ചേട്ടന് ചൂടോടെ വേണമായിരുന്നു. പിന്നെ വന്നിട്ടാണ് ദോശ ഉണ്ടാക്കിയത്. ദോശയും സാമ്പാറും ഉണ്ടായിരുന്നു. ഇത് ചേട്ടനാണ് വീഡിയോ എടുത്തതെന്നാ. ഞാൻ ഇങ്ങനെ അടുത്ത ആര് നിൽക്കും, ഒന്ന് വീഡിയോ എടുത്തു തരുമോ അങ്ങനെ ചോദിക്കും. അങ്ങനെ പിന്നെ ചേട്ടൻ വീഡിയോ എടുത്തേന്നു. പിന്നെ ചേട്ടന് കഴിക്കാൻ കൊടുത്തു. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള ഒന്നും വെച്ചില്ലായിരുന്നു. രാവിലെ ഇന്ന് മക്കൾക്കും ദോശയും സാമ്പാറും കൊടുത്തു വിട്ടത്. പിന്നെ ചേട്ടന് BP ചെക്ക് ചെയ്തു. BP ചില സമയത്ത് കൂടി നിൽക്കും, ചില സമയത്ത് കുറഞ്ഞ്. അപ്പം അതനുസരിച്ചാണ് ഗുളിക കൊടുക്കുന്നത്. കൂടി നിൽക്കണമെങ്കിൽ ഗുളിയെല്ലാം കൊടുക്കും, ഇല്ലെങ്കിൽ കുറവാണെങ്കിൽ കുറച്ചേ കൊടുക്കുകയുള്ളൂ. ചില സമയത്ത് നല്ല ലോ ആയിപ്പോവും. അത് കഴിഞ്ഞ ഉടനെ ഞാൻ പിന്നെ നമുക്കുള്ള മീൻ കറി വയ്ക്കാനായിട്ട് ഇന്ന് എന്നെ കൊണ്ട് കല്ലിലരയിപ്പിച്ചു. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പറയും കല്ലിലൊന്നരയ്ക്കൂ, പുളിങ്കറിയാണ്. വേറെ വല്ല പേരുണ്ടാകുന്ന എനിക്ക് പുളിങ്കറി എന്നല്ലേ പറയണം, നമ്മളെവിടെ പുളിങ്കറി എന്നാണോ പറയണം. അങ്ങനെ പിന്നെ അതിനുള്ളത് അരച്ച്. എന്നും അരയ്ക്കൂല, ഇടയ്ക്കിങ്ങനെ കൊതി വരുമ്പോൾ പറയും എടി ഇന്ന് കല്ലിലരയ്ക്കുക. പക്ഷേ സത്യത്തിൽ അങ്ങനെയാണല്ലേ, കല്ലിലരയ്ക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ പെട്ടെന്ന് കല്ലിലരച്ച് ഞാൻ നമ്മൾ മീൻ കറി വയ്ക്കണമെങ്കിൽ തേങ്ങ ഒഴിച്ചിട്ട് ബാക്കി എല്ലാം കൂടി അരച്ചെടുക്കും. അപ്പം മീൻ കറിയുടെ ചാറിന് നല്ല കട്ടിയായിരിക്കും. അങ്ങനെ അരയ്ക്കാം. എനിക്ക് ആദ്യം അരയ്ക്കാനൊന്നും അറിഞ്ഞുകൂടായിരുന്നു. പിന്നെ എനിക്ക് അച്ചാമ്മയാണ് പറഞ്ഞു തന്നു. ഞാൻ അരച്ചത് എല്ലാം കൂടി 4 വശത്തും പോവും. പിന്നെ അച്ചാമ്മ എടുത്ത് ഞാൻ ഈ ഇടക്കാലത്തെയാണ് ഞാൻ പഠിച്ചത്. പിന്നെ അരപ്പെല്ലാം കൂടിയൊക്കെ എടുത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നമ്മൾ മീൻ കറിക്ക് എടുക്കും പോലെ നല്ല ഒരുപാട് വെള്ളം ഒഴിക്കാതെ കുറച്ച്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതും മാറ്റിങ്ങനെ വെച്ച്. പിന്നെ ഈ അരപ്പ് എല്ലാം നല്ല ആ കല്ലിൽ നിന്നെല്ലാം അത് മറ്റേ ഉലുവ അരയ്ക്കുമ്പോൾ അത് വരൂലല്ലോ വേഗത്തിൽ. പിന്നെ അതും എടുത്ത് പിന്നെ മീനും ഇട്ട് പിന്നെ കറിവേപ്പില മറ്റേ മണമുള്ള മണം ഉണ്ടല്ലോ, അതും ഉപ്പും കൂടി ഇട്ട്. അതിനിടയ്ക്ക് ഞാൻ മറ്റേ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചായിരുന്നു. അത് പക്ഷേ ഞാൻ കാണിക്കാൻ മറന്നുപോയി. അതും കൂടി ഇട്ട് വെച്ച് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കൂടിയൊക്കെ ഇട്ട് അങ്ങ് അടച്ചു വെച്ച് കറിക്കുള്ളതായി. പിന്നെ നമ്മൾ ചീര അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തോരൻ വയ്ക്കാനായിട്ട് എടുത്ത് ചീരയും നമ്മൾ സവാളയും കൂടി കുത്തി അരിഞ്ഞ് വെച്ച് കടുക് വറുത്തിട്ട് അതിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. പക്ഷേ ഒരു പച്ചമണം പോണ രീതിക്ക് വഴറ്റി എടുത്ത് ഞാൻ കുറച്ച് നേരം പൊത്തി വെച്ചിരിക്കുക അതൊന്ന് വേകാനായിട്ട്. ഇത് കഴിഞ്ഞിട്ട് തേങ്ങയും ജീരകം കാന്താരിമുളകാണ് ഞാനിട്ടതും. അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടി മറ്റേ നമ്മൾ വഴറ്റി വെച്ചിരിക്കണേൽ ഈ അരപ്പും കൂടി അങ്ങ് ഇടണം. അരപ്പും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇത് ഇളക്കി വെച്ചാൽ നമുക്ക് തോരനുമായി. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത മീൻകറി ജസ്റ്റ് ഒന്ന് നോക്കാം. മീൻകറിയും നല്ല ചൂടായി. ഇനി ജസ്റ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ സ്പൂൺ വെച്ചാണ് ഇളക്കിയത്. ഞാനത് വേഗത്തിലങ്ങ് ചെയ്ത് നമുക്ക് അല്ലാതെ ഒന്ന് ഇത് വെച്ച് കറക്കി കൊടുത്താൽ മതിയായിരുന്നു. ഇപ്പോഴാണ് ഞാൻ പുളിവെള്ളം ഒഴിച്ചത്. പുളിവെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കറക്കി. ഉപ്പും എല്ലാം കറക്റ്റിനുണ്ടായിരുന്നു.
ഇതിനൊരു ശക്കല ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്. അത് കഴിഞ്ഞ് നമുക്കിനി അടുത്ത മരിച്ചിനി നമുക്ക് കുറച്ച് മതി. ഉച്ചയ്ക്ക് മാത്രമേ ഇവിടെ ചോറ് കഴിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ എടുത്തോളൂ. ഒരെണ്ണമാണ് എടുത്തത് ആകെ. അത്രേ മതി. എല്ലാവരും കുറച്ച് ഇതേ കഴിക്കുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം കൂടി നമ്മൾ പോത്തൂട്ടനും എടുക്കാം. ഞാൻ ബാക്കിൽ സൈഡിലായിട്ടൊരു ബക്കറ്റ് വെച്ചിരിക്കും. അതിലാണ് അങ്ങനെ അപ്പോഴപ്പോഴുള്ളതെല്ലാം വേസ്റ്റൊക്കെ വന്ന് അതിനകത്തങ്ങ് ഇട്ട് വയ്ക്കും. ഈ പാചകത്തിൻ്റെ ഇടയ്ക്ക് തന്നെ പാത്രവും കൂടി കഴുകി പോകും. അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു ലോഡ് പാത്രം. ചില സമയങ്ങളിൽ ഇങ്ങനെയൊന്നും നടക്കാറില്ല. ഞാൻ പിന്നെ പാത്രങ്ങളൊക്കെ ആയിപ്പോവും. ചില ദിവസം ഞാൻ എല്ലാം ശ്രദ്ധിച്ച് കഴുകി തന്നെ വയ്ക്കും. ചില ദിവസം ഭയങ്കര മടിയായ സമയമൊക്കെ എല്ലാം വെച്ചിട്ട് കഴുകാം, അങ്ങനെ അങ്ങ് ഇരുന്നോളാം. അതിനിടയ്ക്ക് ചേട്ടൻ വന്ന് നാളെ ഹോസ്പിറ്റലിൽ പോണ കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞ ഒരു മുട്ടയും കൂടെ പൊരിക്കാം ചോറിൻ്റെ കൂടെ. അങ്ങനെ പിന്നെ ഒരു മുട്ടയും കൂടി പൊരിക്കാം വിചാരിച്ച്. എനിക്ക് വേണ്ടേ, ചേട്ടന് മാത്രം ഞാൻ പൊരിക്കാൻ എടുത്തോളൂ. 2 എണ്ണം എടുത്ത് പിന്നെ ഞാൻ വേണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ചേട്ടന് മാത്രം പൊരിച്ചു. ചോറ് കഴിക്കാൻ കൊണ്ടുപോവാ, ഞാൻ അവിടെ പോകണം പറഞ്ഞ് ചേട്ടൻ അങ്ങ് പോയി. ഇതിനിടയ്ക്ക് ഞാൻ നിങ്ങളോടെയും ഫോണിൽ നോക്കി സംസാരിക്കുകയാണ്. പക്ഷേ എല്ലാ സൗണ്ടും കൂടി ആയിട്ട് ക്ലിയർ ഇല്ല. എന്ന് വെച്ച് പിന്നെ വോയിസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ ചേട്ടനായിട്ട് ഒരു മുട്ട മാത്രം പൊരിക്കാൻ എടുത്ത്. അതാ വിശക്കണമെന്നും പറഞ്ഞ് വിളി തുടങ്ങി അവിടെ. ഞാൻ പെട്ടെന്ന് വേഗത്തിൽ പൊരിച്ചു. മുട്ടയും പൊരിച്ചിട്ട് ഇനിയിപ്പം ഏകദേശം മുട്ടയും കൂടെ പൊരിച്ച് കഴിഞ്ഞാൽ ജോലി അധികം എല്ലാം ഒരുവിധം കഴിയും. അപ്പോഴേക്കും പക്ഷേ എനിക്ക് പാത്രങ്ങളും വലുതായിട്ട് വന്നില്ല. എല്ലാം ഞാൻ കഴുകി വെച്ചുകൊണ്ട് ആ ജോലി കഴിയും. പിന്നെ ഞാൻ വൈകുന്നേരത്തേക്കാണെങ്കിൽ മാവ് രാവിലെയും നമ്മൾ മരിച്ചിന് ഇപ്പോഴാണ് വെന്തേട്ടാ. അത് ഇപ്പോഴാണ് കാണിക്കാൻ ഓർത്തത്. എൻ്റെ ഇടയ്ക്ക് മരിച്ചിനിയും ആയി. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് അതിനെ മരിച്ചിന് വെന്തായിരുന്നു. ഈ മുട്ടയുടെ കൂട്ടത്തിൽ തന്നെ അതും കൂടി മരിച്ചിനിയും കൂടി വെള്ളമൊക്കെ ഊറ്റി ഒഴിച്ച് കളഞ്ഞിട്ട് മരിച്ചിന് പിന്നെ ഇളക്കിയെടുത്തു. അപ്പം നമുക്കുള്ള കറികളെല്ലാം ആയി. ഇനി വേഗത്തിൽ ചേട്ടന് ചോറ് കൊടുക്കാം. ചോറ്, മുട്ട, മരിച്ചിനി കുറച്ച് മതി. എല്ലാവരും ഇനിയും ഇത് ബാക്കി വരും. ഈ ഒരെണ്ണം എടുത്തേ തന്നെ. പിന്നെ തോരൻ, ചീരത്തോരൻ, അതൊക്കെ കുറച്ചേ കഴിക്കാവുള്ളൂ ഇതെല്ലാം. പിന്നെ നമുക്കുള്ള മീൻകറി നല്ല ചാറ് വേണ്ട, നല്ല കട്ടിയായിട്ടുണ്ട്. വെള്ളം കണക്കുമല്ല, നല്ല കട്ടിയായിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മീൻകറിയും പിന്നെ ഒത്തിരി അച്ചാറും. ഇത്രയും. പിന്നെ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഞാൻ എടുത്തു. കഞ്ഞിവെള്ളം കൊണ്ട് ചേട്ടൻ കൊടുത്ത്. പിന്നെ ചേട്ടൻ ചോറ് കഴിച്ച്. ഞാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ടാണ് കഴിച്ചത്. ചേട്ടൻ്റെ മാത്രം വീഡിയോ എടുത്ത് കഴിക്കണേൻ്റെ. അപ്പോൾ